ഹായ് ഓൾ, എൻ്റെ പേര് അരുൺ. ഞാൻ വിദ്യ അക്കാഡമിയിലെ മാത്സ് അധ്യാപകനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയൊരു വീഡിയോയുമായാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെട്രിക്സിന്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ തുടങ്ങിയ ഓപ്പറേഷൻസ് ആണ് പരിചയപ്പെട്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചു നിർത്തിയത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെ പറ്റിയായിരുന്നു. അതിൽ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ആ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ കൂടി പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു 2/2 മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, 3 1 -1 2 എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, പ്രൂവ് ദാറ്റ് a square minus 5a plus 7i is equal to 0 എന്ന് പ്രൂവ് ചെയ്യണം. ഇത് എക്സാമിൽ സ്ഥിരം വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ a square minus 5a plus 7i equal to 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ഓരോരോ ടേമിന്റെ എടുത്ത്, ഇതിനകത്ത് 3 ടേം ഉണ്ട്. a square ഒരു ടേമാണ്, 5a എന്ന് പറഞ്ഞാൽ ഒരു ടേമാണ്, 7i എന്ന് പറഞ്ഞാൽ ഒരു ടേമാണ്. അപ്പൊ ഓരോ ടേം എടുക്കുക. അപ്പൊ ആദ്യം നമുക്ക് a സ്ക്വയർ കണ്ടുപിടിക്കാം. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്, കൊച്ചു ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ a ഇൻറ്റു a ആണ്. a 2 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ a സ്ക്വയർ കിട്ടും. അപ്പോൾ നമുക്ക് a സ്ക്വയർ കാണാൻ പറയുമ്പോൾ a 2 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. a എന്ന് പറഞ്ഞാൽ 3 1 -1 2 ഇൻറ്റു വീണ്ടും a തന്നെ എഴുതണം. അപ്പോൾ 3 1 -1 2 കേട്ടോ. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കഴിഞ്ഞ വീഡിയോ നമ്മൾ പരിചയപ്പെട്ടതാണ്. ആദ്യത്തേതിനെ റോ ആയിട്ട് തിരിക്കണം, രണ്ടാമത്തേതിനെ കോളമായിട്ട് തിരിക്കണം, എന്നിട്ട് ആദ്യത്തെ റോയും ആദ്യത്തെ കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. അപ്പൊ 3 × 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. 1 × -1 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഓക്കെ, ഇനി ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കേ. അപ്പൊ 3 × 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 1 × 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, സെക്കൻഡ് റോ മൾട്ടിപ്ലൈ ചെയ്ത് -1 × 3 എന്ന് പറഞ്ഞാൽ -3, 2 × -1 എന്ന് പറഞ്ഞാൽ -2 ആണല്ലോ. അടുത്ത സെക്കൻഡ് റോയും സെക്കൻഡ് കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 × 1 എന്ന് പറഞ്ഞാൽ -1, 2 × 2 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ ഇത് ആഡ് ചെയ്ത് എഴുതിയാൽ നമുക്ക് a സ്ക്വയർ കിട്ടും. 9 - 1 എന്ന് പറഞ്ഞാൽ 8, 3 + 2 എന്ന് പറഞ്ഞാൽ 5, -3 - 2 എന്ന് പറഞ്ഞാൽ -5, -1 + 4 എന്ന് പറഞ്ഞാൽ 3. ഓക്കെ, നമുക്ക് a സ്ക്വയറിന്റെ വാല്യൂ കിട്ടി. ഒരു ടേം കിട്ടി. രണ്ടാമത്തെ ടേം നോക്കിയേ, 5a എന്നാണ് കിടക്കുന്നത്. 5a എന്ന് പറഞ്ഞാൽ എന്തുവാ? 5 × a ആണ്. അപ്പൊ 5a കണ്ടുപിടിക്കാം. 5a is equal to 5 × a യുടെ വാല്യൂ എത്ര? 3 1 -1 2. അപ്പൊ അത് കണ്ടുപിടിക്കുമ്പോ ആൻസർ എത്ര കിട്ടും? 5 × 3 എന്ന് പറഞ്ഞാൽ 15, 5 × 1 എന്ന് പറഞ്ഞാൽ 5, 5 × -1 എന്ന് പറഞ്ഞാൽ -5, 5 × 2 എന്ന് പറഞ്ഞാൽ 10. അപ്പൊ രണ്ടാമത്തെ ടേം കിട്ടിയല്ലോ. ഇനി അടുത്ത ടേം 7i. i എന്തുവാണെന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചതാണ്. i എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആയിരുന്നു, ഓർമ്മയുണ്ടോ? ഐഡന്റിറ്റി മെട്രിക്സ് എന്തുവാണെന്ന് അറിയാമല്ലോ. ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓർഡർ 2 ആണ്. അപ്പൊ സെക്കൻഡ് ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പോൾ 7i is equal to 7 × i യുടെ വാല്യൂ 1 0 0 1. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 7 × 1 എന്ന് പറഞ്ഞാൽ 7, 7 × 0 എന്ന് പറഞ്ഞാൽ 0, 7 × 0 0, 7 × 1 7. അപ്പൊ 3 ടേമിന്റെ വാല്യൂ കിട്ടി. കണ്ടോ? അപ്പൊ ഈ വാല്യൂ നമ്മൾ ഇതിനകത്തേക്ക് കൊടുത്താൽ മാത്രം മതി. അപ്പൊ കൊടുക്കുമ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നല്ലോ, a സ്ക്വയർ -5a plus 7i is equal to 0 എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ is equal to ഓരോ ടേമിന്റെ വാല്യൂ എഴുതിക്കേ. a സ്ക്വയറിന് പകരം a സ്ക്വയറിന്റെ വാല്യൂ എഴുതുമ്പോ 8 5 -5 3 കണ്ടോ, മൈനസ് അടുത്ത 5a യുടെ വാല്യൂ എഴുതിക്കേ.
5a പകരം 5a വാല്യൂ എഴുതുമ്പോ മെട്രിക്സിനകത്ത് 15 5 -5 10 പ്ലസ് ഇനി 7i എന്ന് പറഞ്ഞാൽ 7 ഇതാണ് കിടക്കുന്നത് 7 0 0 7 ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോ നോക്കിയേ ഈ മെട്രിക്സ് ഇത് മൈനസ് ചെയ്യാനാണ് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ആദ്യം ഈ മെട്രിക്സും കൂടെ ആഡ് ചെയ്യും. ഇവിടെ പ്ലസ് കിടക്കുന്നത് ആദ്യത്തേതും മൂന്നാമത്തേതും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ഇത് മൈനസ് ചെയ്താൽ കണ്ടോ. അപ്പൊ ആദ്യത്തേതും മൂന്നാമത്തെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 പ്ലസ് 7 8 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ എത്ര 15 ആണ് ഇല്ലയോ. ഇത് നോക്കിയേ മൈനസ് 15 മൈനസ് 15 എന്ന് പറഞ്ഞാൽ എത്ര 0. അടുത്ത് നോക്കിയേ 5 പ്ലസ് 0 5 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 5 ആണ് മൈനസ് 5 അതിനകത്ത് നിന്ന് 5 കുറച്ചപ്പോ അതും 0 ആണ്. അടുത്ത -5 പ്ലസ് 0 -5 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എത്ര അത് -5 ആണ് ആണേ. ഇനി ഇത് മൈനസ് ചെയ്തേ -5 എന്ന് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 മൈനസ് ചേർന്നാൽ അത് പ്ലസ് ആണ്. അപ്പൊ +5 ആവും. അപ്പൊ -5 പ്ലസ് 5 ക്യാൻസൽ ആയി പോയാൽ അതും ആൻസർ 0 കിട്ടും. അടുത്ത നോക്കിയേ 3 പ്ലസ് 10 സോറി 3 പ്ലസ് 7 3 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 മൈനസ് 10 10 മൈനസ് 10 എന്ന് പറഞ്ഞാൽ ആൻസർ 0 ആണ്. അപ്പൊ ഈസ് ഈക്വൽ ടു 0. അതല്ലാതെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് a² - 5a + 10i = 0 എന്നല്ലാതെ നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതാണ് സംഭവം. ഇതാണ് എക്സാമിൽ സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിത്. ഇതൊക്കെ നമ്മുടെ സമയം കൂടുതൽ അപഹരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻ ഒക്കെ വേഗത്തിൽ ചെയ്യണമെങ്കിൽ നമ്മളിത് കുറെ അധികം തവണ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ എക്സാമിൽ ഇത് വേഗത്തിൽ ചെയ്യാൻ പറ്റൂ. സംശയമില്ലല്ലോ. അപ്പൊ a² കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. a² എന്ന് പറഞ്ഞാൽ a × a 2 തവണ a മൾട്ടിപ്ലൈ ചെയ്താൽ 5a 5 കൊണ്ട് a എന്ന് പറയുന്ന മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 7i ക്വസ്റ്റ്യനകത്ത് തരത്തില്ല. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ കാണാൻ പഠിച്ചതാണ്. i എന്ന് പറഞ്ഞാൽ 1001 ആണ്. അപ്പൊ അതിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതെല്ലാം കൂടെ ഈ ഇക്വേഷനകത്ത് ഓരോ ടേമിന് പകരം ഇതുപോലെ വില എഴുതി കൂട്ടിയിട്ട് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സംശയമില്ലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നീങ്ങാം. മെട്രിക്സിലെ അടുത്ത ടോപ്പിക്കാണ് ട്രാൻസ്പോസ് എന്ന് പറയും. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് അതാണ് നമുക്ക് അടുത്ത പഠിക്കാൻ. വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഞാൻ ഒരു മെട്രിക്സ് എഴുതുവാണ്. a = 2 3 4 5 6 7. ഇപ്പൊ ബോർഡിൽ a എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നിങ്ങൾ കണ്ടു. ഈ മെട്രിക്സിന്റെ ഓർഡർ എത്ര? എങ്ങനെയാ മെട്രിക്സിന്റെ ഓർഡർ എഴുതുന്നത്? ഓർമ്മയുണ്ടേ? ആദ്യം റോ ഇടണം. അതാണ്ട് 1 2 3 റോ ഉണ്ട്. അപ്പൊ 3 ഇനി എത്ര കോളം ഉണ്ടെന്ന് നോക്കിയേ. താഴോട്ട് കിടക്കുന്നതായിരുന്നു കോളം. അപ്പൊ 1 2 കോളം. അപ്പൊ നമ്മൾ ഒരു 3/2 മെട്രിക്സ് ആണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതാൻ പറഞ്ഞാൽ ട്രാൻസ്പോസിനെ നമ്മൾ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. 2 രീതിയിൽ സൂചിപ്പിക്കാം. ഒന്നുകിൽ a എഴുതി മുകളിൽ ഒരു t എഴുതുക, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് a ട്രാൻസ്പോസ്. a എഴുതി മേളിൽ ഒരു ഡാഷ് ഇട്ടാൽ മതി. അപ്പൊ a ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നേരെ കിടക്കുന്ന എലമെന്റ് താഴോട്ട് എഴുതുക, അതാണ് ട്രാൻസ്പോസ്. റോ എടുത്ത് കോളമാക്കുക, അപ്പോ കിട്ടുന്ന മെട്രിക്സ് ആണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പൊ 2 3 ആദ്യത്തെ റോ ആയിരുന്നു, അത് താഴോട്ട് അങ്ങ് ഇടണം. അടുത്ത 4 5 നേരെ കിടക്കുന്നത് താഴോട്ടാണ്. അടുത്ത 6 7 അതും താഴോട്ട്. ഇതാണ് ട്രാൻസ്പോസ്. അല്ലെങ്കിൽ കോളം എടുത്ത് റോ ആക്കി. കണ്ടോ, 2 4 6 ഉണ്ടായിരുന്നു ആദ്യത്തെ കോളം, അതെടുത്ത് റോ ആക്കി. 3 5 7 ആയിരുന്നു രണ്ടാമത്തെ കോളം, അതെടുത്ത് റോ ആക്കി. തിരിച്ചെഴുതാൻ കിട്ടുന്നതാണ് ട്രാൻസ്പോസ്. നേരെ കിടക്കുന്ന എടുത്ത് താഴോട്ട് എഴുതുന്നു. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ മെട്രിക്സിന്റെ ഓർഡർ നോക്കിയേ. 2 റോയും 3 കോളം. കണ്ടോ? അപ്പൊ ഇത് 3/2 മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ അത് 2/3 മെട്രിക്സ് ആയിട്ട് മാറും. അതാണ് മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. മനസ്സിലായേ? ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോ ആയിട്ട് കിടക്കുന്ന എലമെന്റുകളെ കോളമാക്കി എഴുതുക. അതിനെയാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. സൂചിപ്പിക്കുന്നത് കോമൺ ആയിട്ട് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്?
എ എഴുതി മുകളിൽ ഒരു ഡാഷ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ സൂചിപ്പിക്കാം. എ എഴുതി മുകളിൽ ഒരു ടി എഴുതിയാൽ മതി. രണ്ടും ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ഈ ട്രാൻസ്പോസിന് കുറെ പ്രോപ്പർട്ടികളുണ്ട്. ആ പ്രോപ്പർട്ടിയും കൂടി നമുക്ക് നോക്കാം. നമ്മുടെ സെറ്റിനകത്ത് കഴിഞ്ഞ വർഷം, അതുപോലെ ഇത് തിരിഞ്ഞു പോകരുത്, കഴിഞ്ഞ വർഷം അതായത് 1ാം വർഷത്തിൽ നമ്മൾ സെറ്റ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഈ സാധനം പരിചയപ്പെട്ടതാണ്. അന്ന് നമ്മൾ എ എഴുതി മേളിൽ ഒരു ഡാഷ് ഇട്ടാൽ നമ്മൾ അതിനെ എ കോംപ്ലിമെന്റ് എന്നായിരുന്നു വായിക്കുന്നത്. അപ്പൊ ഇവിടെ അത് മാറി നമ്മൾ എ എഴുതി ഒരു ഡാഷ് ഇട്ടാൽ അത് ട്രാൻസ്പോസ് എന്നായി മാറുകയാണ്. അപ്പൊ നമ്മൾ അവിടെ പഠിച്ച ആദ്യത്തെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ. സെയിം പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ, എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. അതായത് എയുടെ ട്രാൻസ്പോസ് എടുത്തു, അതിനെ വീണ്ടും ട്രാൻസ്പോസ് ചെയ്താൽ എ കിട്ടും. ഇപ്പൊ എ ട്രാൻസ്പോസ് ആണ് ഈ കിടക്കുന്നത്. ഇതിനെ വീണ്ടും ട്രാൻസ്പോസ് എടുത്ത് നോക്കിയേ, ഇത് തന്നെ കിട്ടത്തില്ലയോ? താഴോട്ട് കിടക്കുന്നത് നേരെ എഴുതുക കേട്ടോ. അപ്പൊ അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. ട്രാൻസ്പോസിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. ട്രാൻസ്പോസിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ ബി ദ ഹോൾ ട്രാൻസ്പോസ്, അതായത് എയുടെയും ബിയുടെയും പ്രോഡക്റ്റ്, അതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് പഠിച്ചോണം, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ഇത് പല എക്സാമിനും വെരിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എ ബി കണ്ടുപിടിക്കണം, പിന്നീട് അതിന്റെ ട്രാൻസ്പോസ് എടുക്കണം, അപ്പൊ ലെഫ്റ്റ് സൈഡ് ഓക്കെ ആവും. പിന്നെ ബി ട്രാൻസ്പോസ് കാണണം, എ ട്രാൻസ്പോസ് കാണണം, അത് രണ്ടോടെ പ്രോഡക്റ്റ് ചെയ്യണം. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, അത് റൂളാണ്. അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടീസ്. ഓർമ്മയുണ്ടല്ലോ, എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. രണ്ടാമത്തെ എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. മൂന്നാമത്തെ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ്. അടുത്തത് നമുക്ക് മെട്രിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പരിചയപ്പെടാനുള്ളത്. അത് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നാണ് ആ ഭാഗത്തിന്റെ പേര്. സിമെട്രിക് മെട്രിക്സ് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, ഇതാണ് നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്ന ഭാഗം. അപ്പോൾ ഇത് രണ്ടും എന്തുവാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് കൺസിഡർ ചെയ്യുക. സ്ക്വയർ മെട്രിക്സ് എന്തുവാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. റോയും കോളവും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് കൺസിഡർ ചെയ്താൽ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിമെട്രിക് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ആണെങ്കിൽ ആ മെട്രിക്സ് സിമെട്രിക് ആയിരിക്കും. പഠിച്ചോ, എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ, അതായത് ട്രാൻസ്പോസ് എടുക്കുമ്പോഴും എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അത്തരം മെട്രിക്സുകളെയാണ് സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. സംശയമില്ലല്ലോ. അടുത്തത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക് എന്തുവാണെന്ന് ചോദിച്ചാൽ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് എ ആയിരിക്കും. എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ അത്തരം മെട്രിക്സുകളെയാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പഠിക്കുന്നത്. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നാണ് ആ ഭാഗത്തിന്റെ പേര്. സിമെട്രിക് മെട്രിക്സ് എന്തുവാണെന്ന് ചോദിച്ചാൽ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. ട്രാൻസ്പോസ് എടുക്കുമ്പോഴും ആ മെട്രിക്സ് തന്നെ കിട്ടുവാണെങ്കിൽ അത്തരം മെട്രിക്സ് സിമെട്രിക് ആയിരിക്കും. എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ മൈനസ് എ ആണെങ്കിൽ അത്തരം മെട്രിക്സുകളാണ് സ്ക്യൂ സിമെട്രിക്. അപ്പൊ ഇതിന്റെ രണ്ടുമൂന്ന് പ്രോപ്പർട്ടികൾ നമുക്ക് പഠിക്കണം. ഒന്നാമത് പഠിക്കാം, ഓർത്തു വെക്കേണ്ട കാര്യം ഇതാണ്, എ പ്ലസ് എ ട്രാൻസ്പോസ്. വൃത്തിയായിട്ട് പഠിക്കുക. എ പ്ലസ് എ ട്രാൻസ്പോസ് എപ്പോഴും സിമെട്രിക് ആയിരിക്കും. എ പ്ലസ് എ ട്രാൻസ്പോസ് എപ്പോഴും സിമെട്രിക് ആയിരിക്കും. രണ്ട്, എ മൈനസ് എ ട്രാൻസ്പോസ്
എപ്പോഴും സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. എ മൈനസ് എ ട്രാൻസ്പോസ് എപ്പോഴും സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഓക്കെ, ഒരു കാര്യം കൂടി, ഏത് സ്ക്വയർ മെട്രിക്സിനെയും നമുക്ക് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റും. ഇതാണ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഏത് സ്ക്വയർ മെട്രിക്സിനെയും നമുക്ക് സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് എഴുതാൻ കഴിയും. അതിന് 2-3 സ്റ്റെപ്പ് പഠിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പി കണ്ടുപിടിക്കണം. പി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. അതാണ് പി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ക്യൂ കണ്ടുപിടിക്കണം. ക്യൂ എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. ഇനി ഈ കിട്ടുന്ന പിയും ക്യൂവും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അകത്ത് എ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടും. അതായത് സിമെട്രിക്കിന്റെ സ്ക്യൂ സിമെട്രിക്കിന്റെ സമ്മായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഇത് നോട്ടുകളെല്ലാം ബുക്കിനകത്ത് എഴുതിയെടുക്കണം. അല്ല കണക്ക് മാത്രം എഴുതിയെടുത്താൽ പിന്നീട് അത് നോക്കുമ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ തരുന്ന നോട്ടുകളെല്ലാം വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. നമ്മൾ പറഞ്ഞല്ലോ, ഏത് മെട്രിക്സിനെയും നമുക്ക് ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് എഴുതാൻ കഴിയുമെന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ നമുക്ക് അത് നോക്കാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു മെട്രിക്സ് എഴുതാം. ഇപ്പോൾ ഞാനൊരു മെട്രിക്സ് എഴുതുവാണ്. എ ഈസ് ഈക്വൽ ടു 2, 3, 4, 5, 7, 6, 8, 2, 3 എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ ബോർഡിൽ എഴുതും. ഈ മെട്രിക്സിനെ നമുക്ക് സിമെട്രിക്കിന്റെ സ്ക്യൂ സിമെട്രിക്കിന്റെ സമ്മായിട്ട് എഴുതാൻ പറ്റണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന് 3 സ്റ്റെപ്പുകളുണ്ട്. ഏതൊക്കെയാ? ആദ്യം പി കണ്ടുപിടിക്കണം. പി എങ്ങനെയാ കാണുന്നത്? ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. അപ്പൊ നമുക്ക് എ ഉണ്ടല്ലോ, ക്വസ്റ്റ്യനകത്ത് എ തന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, റൈറ്റ് ദ മെട്രിക്സ് എ ആസ് ദി സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. റൈറ്റ് എ ആസ് ദി സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇത്രയുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമുക്ക് പി കാണാം. പി കാണണമെങ്കിൽ നമുക്ക് ആദ്യം എ ട്രാൻസ്പോസ് വേണം. അപ്പൊ നമ്മൾ ആദ്യം എ ട്രാൻസ്പോസ് എഴുതുന്നു. ട്രാൻസ്പോസ് എഴുതുന്ന എല്ലാവർക്കും ഓർമ്മയുണ്ടേ? നേരെ കിടക്കുന്നത് താഴോട്ട് അങ്ങ് എഴുതിയാൽ മതി. ഇപ്പൊ 2, 3, 4, അടുത്തത് 5, 7, 6, അടുത്തത് 8, 2, 3. അപ്പൊ എ ട്രാൻസ്പോസും കിട്ടി. അപ്പൊ ആദ്യം പി കണ്ടുപിടിച്ച് പി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്നല്ലേ ഇക്വേഷൻ. എ ഇതാണല്ലോ, എ ട്രാൻസ്പോസ് ഇതാണല്ലോ. രണ്ടും കൂടെ ആഡ് ചെയ്ത് വരാം. കറസ്പോണ്ടിങ് എലമെന്റുകൾ നമ്മൾ ആഡ് ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ 2 + 2 എന്ന് പറഞ്ഞാൽ 4, 3 + 5 8, 4 + 8 എന്ന് പറഞ്ഞാൽ 12, 5 + 3 8, 7 + 7 എന്ന് പറഞ്ഞാൽ 14, 6 + 2 എന്ന് പറഞ്ഞാൽ 8. അടുത്ത 8 + 4 എന്ന് പറഞ്ഞാൽ 12, 2 + 6 എന്ന് പറഞ്ഞാൽ 8, 3 + 3 എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ പി എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. പി സിമെട്രിക് ആണ്. അടുത്ത ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കണം. ക്യൂ സ്ക്യൂ സിമെട്രിക് ആണ്. അപ്പൊ ക്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? നേരെ കിടപ്പുണ്ടല്ലോ. ക്യൂ എങ്ങനെ കാണുന്നത്? ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. അപ്പൊ അത് ചെയ്ത് പറഞ്ഞ എ ഇവിടെ ഉണ്ട്, എ ട്രാൻസ്പോസ് ഇവിടെ ഉണ്ട്. സബ്സ്ട്രാക്ട് ചെയ്തേ. 2 - 2 അത് 0 ആണ്. 3 - 5 -2 ആണ്. 4 - 8 -4. ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. 5 - 3 എന്ന് പറഞ്ഞാൽ 2. 7 - 7 0. 6 - 2 4. അടുത്ത 8 - 4 എന്ന് പറഞ്ഞാൽ 4. 2 - 6 എന്ന് പറഞ്ഞാൽ -4. 3 - 3 എന്ന് പറഞ്ഞാൽ 0. കണ്ടോ? അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാവും. അത് എൻട്രൻസ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ നമ്മൾ വെറുതെ ഏത് സ്ക്വയർ മെട്രിക്സ് എടുത്താലും ഇത് കിട്ടും. നമ്മൾ വെറുതെ ഒരു മെട്രിക്സ് എഴുതിയാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യം അതാണ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്താലും ആ ഒരു വഴി ഉപയോഗിച്ചാൽ മതി. ഡയഗണൽ എലമെന്റ് എല്ലാം 0 ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ പിയും ക്യൂവും കിട്ടിയല്ലോ.
മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണ്ടേ? പിയും ക്യൂവും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? എ കിട്ടണം. അതാണ് സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ പി പ്ലസ് ക്യൂ കണ്ടുപിടിച്ച് പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു, അപ്പൊ അങ്ങ് എഴുതാവുന്നു 1/2 എഴുതാണ്ട് നോക്കിയേ. ഇതാണ് പി, ഇതാണ് ക്യൂ. നിങ്ങൾ നോക്കിയാണ്ട് രണ്ട് മെട്രിക്സിനകത്തും 1/2 ഉണ്ട് ഇല്ലയോ? അപ്പൊ നമുക്ക് 1/2 ഇനി കോമൺ ആയിട്ട് വെളിയിലെടുത്താൽ ബാക്കിയുള്ളവരെ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ആഡ് ചെയ്തേ 4 + 0 എന്ന് പറഞ്ഞാൽ 4, 8 + -2 എന്ന് പറഞ്ഞാൽ 6, 12 - 4 എന്ന് പറഞ്ഞാൽ 8, അടുത്ത 8 + 2 എന്ന് പറഞ്ഞാൽ 10, 14 + 0 എന്ന് പറഞ്ഞാൽ 14, 8 + 4 എന്ന് പറഞ്ഞാൽ 12, 12 + 4 എന്ന് പറഞ്ഞാൽ 16, 8 - 4 എന്ന് പറഞ്ഞാൽ 4, 6 + 0 എന്ന് പറഞ്ഞാൽ 0. കണ്ടോ? അപ്പൊ ഇനി 1/2 കൊണ്ട് അകത്തോട്ട് നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. അതായത് 1/2 × 4, 4/2 എത്ര? 2. അടുത്ത 6/2 എന്ന് പറഞ്ഞാൽ 3. അടുത്ത 8/2 എന്ന് പറഞ്ഞാൽ 4. കണ്ടോ? അടുത്ത 1/2 കൊണ്ട് 10നെ മൾട്ടിപ്ലൈ ചെയ്താൽ 5, അടുത്തത് 7, അടുത്തത് 6, അടുത്തത് 8, 2, 3. ഈ മെട്രിക്സ് തന്നെയാണോ കിട്ടിയെന്ന് നോക്കി. അപ്പോ നമ്മളിപ്പോ സിമെട്രിക് മെട്രിക്സിനും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനെയും പറ്റിയാണ് പരിചയപ്പെട്ടത്. ലാസ്റ്റ് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ഒരു മെട്രിക്സിനെ, ഏത് സ്ക്വയർ മെട്രിക്സിനെയും നമുക്ക് സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് എഴുതാവുന്നതും ആണെന്ന് പഠിച്ചു. അത് എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് അത് വൃത്തിയായിട്ട് പഠിക്കുക. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് ഹോംവർക്കുകളാണ് ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഈ 4 ക്വസ്റ്റ്യനും നിങ്ങൾ സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് എഴുതണം. ആദ്യത്തെ ഈ 4 ക്വസ്റ്റ്യൻ ഇത് സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക്കിന്റെയും സമ്മായിട്ട് എഴുതുക. ഇതിനെയും 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 അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തത് പിയും ക്യൂവും കണ്ടുപിടിച്ച് പി പ്ലസ് ക്യൂ ഈക്വൽ ടു എ എന്നും, എ എന്ന് തന്നെ മെട്രിക്സിനെയാണ് പി പ്ലസ് ക്യൂ ഈക്വൽ ടു എ എന്ന് എടുക്കുന്നത്. ബി എന്നായിട്ട് പി പ്ലസ് ക്യൂ ഈക്വൽ ടു പി. മെട്രിക്സിന്റെ പേര് ഏതാണോ അത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം പരിചയപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. a² - 5a - 14i = 0 എന്ന് തെളിയിക്കണം. ആദ്യം a² കാണുക, 5a കണ്ടുപിടിക്കുക, 14i കാണുക. ഈ ഇക്വേഷനിൽ വാല്യൂ കൊടുത്താൽ മതി. അപ്പൊ ഇത്രയും ഹോംവർക്കും കൂടി നിങ്ങൾ പരിചയപ്പെടുമ്പോൾ ഈ സെക്ഷൻ, ഈ ഒരേ ഒരു സെക്ഷൻ കൂടി നമുക്ക് ഈ പാഠത്തിനകത്തുള്ളൂ. പാഠം തീരാറായി. അപ്പൊ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വൃത്തിയായി ചെയ്ത് പഠിക്കുക. അപ്പൊ അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും